അബുവാനോടപ്പോൾ ജവാബ് മകനിലൈ അരുമക്കാനിയെ നാം കാണും കിയാമം നാളെ. അബുവാനോടപ്പോൾ ജവാബ് മകനിലൈ അരുമക്കാനിയെ നാം കാണും കിയാമം നാളെ. എവരുമാടിക്കും തീരാത്തുങ്കൽ വന്ന് ചേരും ഇല്ലെങ്കിൽ മീസാന തട്ടുങ്കൽ വന്ന് ചേരും. അബുവാനോടപ്പോൾ ജവാബ് മകനിലൈ അരുമക്കാനിയെ നാം കാണും കിയാമം തീരാത്തുങ്കൽ വന്നു ഇല്ലെങ്കിൽ മീസാന തട്ടുങ്കൽ മെയ്യൊതുങ്ങി കളിക്കിച്ചേക്ക. വീരാൻകുട്ടിയെ, കുട്ടികളെ കളിയൊന്നും ശരിയാവണില്ല. നീ ഒന്ന് നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ അകത്തുണ്ടാവും. ശരി സാർ. സബിതരോടപ്പോൾ മകനോദി തൂക്കം 2 തട്ടുമായഞ്ഞൂറ് കൊല്ലം വൈദൂരമുണ്ട്. എന്താ അത്? കൊര കൂടിയപ്പോ അറിയാണ്ട് മൂത്രമൊഴിച്ചു പോയത്. കൊര എങ്ങനെയാ കൂടിയത്? എങ്ങനെയാ കൂടിയതെന്ന് ഓളുടെ ഒരു അടിച്ചുവാരല്. വയ്യാത്തപ്പോ ഈ പണിയെടുക്ക ആരാ എന്നോട് പറഞ്ഞേ? എന്താ സൈനും അത്? അനക്കെന്തോന്ന് പറഞ്ഞ കേട്ടാ. സാരല്ല സാരല്ല. ഇങ്ങക്ക് ഞാൻ ശരിക്കും ഒരു ഭാരായില്ലേ? ശരിക്കും. അത് ഇന്നലെയും തുടങ്ങിയതല്ല. എൻ്റെ വാപ്പ അന്നെ എന്ന് എൻ്റെ തലയിൽ കെട്ടിവെച്ചോ അന്ന് തുടങ്ങിയതാ. നിങ്ങളോട് ഒരു കാര്യം ചോദിച്ചാ നിങ്ങൾ സത്യം പറയോ? കാര്യം കേക്കട്ടെ, എന്നിട്ട് പറയാം. ഞാൻ മയ്യത്തായ നിങ്ങൾ വേറെ കല്യാണം കഴിക്കൂ? നിങ്ങളുടെ ഈ ചിരി തന്നെ കള്ളത്തരം. കഴിക്കോ ഇല്ലയോ? സത്യം പറ. എടി, വയസ്സത്തിരി ഏറെ ആയെങ്കിലും 5-6 ഏക്കർ ഭൂമിയുള്ള ഒരു പ്രമാണിയാ ഞാൻ. പോരാത്തതിന് സർക്കാർ ആദരിച്ച കോൽക്കളിക്കാരന്. കഴിക്കണമെങ്കിൽ ഇപ്പോഴും കിട്ടും ഒരു 17കാരി. എന്തിനാ 17 ആക്കണത്? ഒരു 14 ആക്കിക്കൂടെ? എന്നാ ഒക്കത്ത് വെച്ച് നടക്കാലോ. നിങ്ങളുടെ പൂതി നടക്കൂല കേട്ടോ. ഇപ്പൊ ഈ ഒരു കാര്യം ചെയ്യേ, ഇപ്പതാണ് കുടിച്ച കല്യാണക്കാരെയൊക്കെ നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. കുടിക്കേ. എന്റെ സുഖേട് കുറയണത് നിങ്ങളുടെ മരുന്നുകൊണ്ടൊന്നും അല്ല. പിന്നെങ്ങനെ? സുഖേട് കൂടി മയ്യത്താവാന്ന് തോന്നുമ്പോ നിങ്ങൾ വേറെ കെട്ടണത് ഓർക്കും. അപ്പൊ എന്റെ സുഖേട് താനേ മാറും.
ഞാൻ കരുതി നിങ്ങൾ മയ്യത്താവാൻ പോവാന്ന്. അസ്സലാമലൈക്കും. വാലേക്കും സലാം. ഇച്ചാപ്പു, ഈ വന്നല്ലോ, എനിക്ക് സന്തോഷായി. ഓൻ 2 കൊല്ലത്തിന് ശേഷം വന്നതേ നമ്മുടെ സുഖവിവരം അന്വേഷിക്കാനൊന്നും അല്ല, അവകാശം ചോദിക്കാനാ. വന്ന വഴി തിരിച്ചു പൊയ്ക്കോളാൻ ഞാൻ പറഞ്ഞു. ഈ ഉമ്മ വന്നപ്പോ മുതൽ തുടങ്ങി തന്നെ നിർത്തിപ്പൊരിക്കാൻ. ഞാനൊരു പെണ്ണിനെ സ്നേഹിച്ച് കെട്ടിയോണ്ട് ഉമ്മക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. ഉമ്മക്കൊന്നും സ്വപ്നം കാണാൻ കഴിയാത്ത വീട്ടിലെ പെണ്ണോള്. അന്റെ ഓളെ ഏത് കൊട്ടാരത്തിലെ റാണിയായാലും എനിക്കെന്താടാ? ഞങ്ങളുടെ സ്ഥലം വിറ്റ് ഈ വീട് വാങ്ങണ്ട, അതേ ഞാൻ പറഞ്ഞുള്ളൂ. എന്താടാ എന്റെ പ്രശ്നം? സുബ്രഹ്മണ്യന്റെ അവിടുത്തെ വീട് വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. നമ്മുടെ വയലും പറമ്പ് എഴുതി കൊടുത്താൽ അവൻ അതെനിക്ക് എഴുതി തരും. മാസം 6000 വെച്ച് ഞാനിപ്പോൾ വാടകയിനത്ത് കൊടുക്കുന്നുണ്ട്. മാസത്തിൽ 10000 രൂപ ഞാനിങ്ങോട്ട് അയച്ചു തരാം. ഈ കൃഷിയിൽ നിന്ന് കിട്ടുന്ന നക്കാപ്പിച്ചകൾ അതല്ല ഉപ്പം നല്ലത്. ഈയേ മലർപ്പൊടിക്കാരന്റെ കച്ചവടം പറഞ്ഞോണ്ട് ഞങ്ങളെ കുപ്പിയിലാക്കാൻ നോക്കണ്ട. ഇത്രയും കാലം 5ന്റെ ഒരു പൈസ അന്റെ കൈ കൊണ്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? ഇനിയിപ്പോ 10000ന്റെ പൂതി ഞങ്ങൾക്കില്ല. ഇത് നടക്കൂല മോനെ. ഉമ്മാന്റെ സ്വത്തൊന്നും ഞാൻ ചോദിച്ചിട്ടില്ലല്ലോ. എന്നായാലും ഈ സ്വത്തൊക്കെ എനിക്ക് അവകാശപ്പെട്ട തന്നെയല്ലേ. അല്ലെങ്കിൽ ഈ എത്ര കാലം നിങ്ങളൊക്കെ ഈ സ്വത്തും കെട്ടിപ്പിടിച്ചോണ്ട് നടക്കുക? ഉപ്പ തീരുമാനിക്കും. എന്റെ സന്തോഷവും സമാധാനമാണ് ഉപ്പ ആഗ്രഹിക്കുന്നതെങ്കിൽ സുബ്രഹ്മണ്യം കൊണ്ടുവരുന്ന കടലാസിൽ ഉപ്പ് ഒപ്പിട്ട് കൊടുക്കണം. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മകനില്ല നിങ്ങൾ വിചാരിച്ചോളൂ. അപമാനങ്ങളും സഹിച്ച് ഞാൻ വല്ല കടലിലോ കായലിലോ ചാടി ചത്തോളാം. സുലൈമാൻക, ഇതൊക്കെ ഇന്നു മുതൽ എന്റേതല്ലതാവും. ഞാനും സൈനെ നിങ്ങളോട് അപ്പോഴേ പറഞ്ഞതാ ഒപ്പിട്ട് കൊടുക്കരുത്. എന്നിട്ടിപ്പോ മക്കളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടല്ലോ നമ്മളൊക്കെ ജീവിക്കുന്നത്. ആ ചിന്ത മക്കൾക്കും വേണം. എല്ലാം വെറുതെക്ക. ബന്ധങ്ങൾക്കൊന്നും ഇക്കാലത്ത് ഒരു വിലയില്ല. നിവൃത്തികേടോണ്ടാടോ എൻ്റെ മകൻ എൻ്റെ മുന്നിൽ വന്ന് സ്വത്ത് ചോദിച്ചത്. എൻ്റെ സങ്കടം അതല്ല എന്താ. ഈ മണ്ണേറ്റ ചങ്ക. സുലൈമാൻക, നിങ്ങൾ വരൂ. എന്റെ നഷ്ടങ്ങള് എന്റെ മകന് ലാഭവും സന്തോഷവും നൽകുന്നുവെങ്കിൽ ഞാൻ എന്തിനു സങ്കടപ്പെടണം? ഇന്നലെ ഇത് മറ്റാരുടേതോ ആയിരുന്നു, നാളെ ഇത് മറ്റൊരാളുടെ കയ്യിലെത്തും. എന്താ സുലൈമാൻക അത്? മരിക്കുമ്പോ എല്ലാരും വെറുങ്കയോടെ പോണത്. ആരും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു വലിയ സത്യം അത്. വരൂ സുലൈമാൻക. എനിക്കിത്തവണ ഹജ്ജിന് പോണമെന്നുണ്ട്. നമുക്ക് ഒരുമിച്ച് പോവാം. കുട്ടിക്കാലത്തെ ഉള്ളൊരു മോഹം. ഹജ്ജിന് പോണതേ കോഴിക്കോട്ട് അങ്ങാടിയിൽ പോയി വരും പോലെയെന്നാ എൻ്റെ വിചാരം. അതിനൊക്കെ കുറെ കാശ് വേണ്ട സേന. ഓ പിന്നെ, ഹജ്ജിനെ പറ്റി ഒന്നും അറിയാത്ത ചെറിയ കുട്ടിയല്ലേ ഞാൻ. അതിനുള്ള കാശൊക്കെ എൻ്റെ അടുത്തുണ്ട്. നേര് ഇങ്ങടെ കൂടെ പാർക്കാൻ തുടങ്ങിയ അന്ന് മുതലുള്ള സമ്പാദ്യ. കുറി കൂടിയിട്ടും ഇങ്ങടെ കീശേന്ന് കട്ടിട്ടും ഒരു കുട്ടിയതാ. ഇപ്പൊ അതൊരു കാര്യായില്ലേ. തെക്കേ മുറിയിലെ അലമാരിയിലെ അടിയിലെ തട്ടിലെ തുണിക്കെട്ടിലുണ്ട് കാശ്. കുറച്ച് കാശ് സംഘടിപ്പിക്കാൻ 3-4 ദിവസമായിട്ട് ഞാൻ നെട്ടോട്ട് ഓടിയിരുന്നു. അതിൽ കുറച്ച് കാശ് ഞാൻ തിരിക്കും. നമുക്ക് നാളെ രാവിലെ തന്നെ തിരുവനന്തപുരം വരെ ഒന്ന് പോകണം. എന്താ തിരുവനന്തപുരത്ത്? അത്
അവിടുത്തെ ആശുപത്രിയിൽ നന്നെ ഒന്ന് കാണിക്കാനാ. ഞാൻ എങ്ങോട്ടും ഇല്ല. ഏ? കോയമ്പത്തൂർ വരെ പോയപ്പോൾ തന്നെ മതിയായി. അത്രയും ദൂരം യാത്ര ചെയ്യാനൊന്നും ഇനി എന്നെ കൊണ്ട് പറ്റില്ല. എങ്ങനെയെങ്കിലും പോയേ പറ്റൂ. നിങ്ങൾ സത്യം പറയേ, എനിക്ക് വേറെന്തെങ്കിലും അസുഖമുണ്ടോ? നിങ്ങളെ ചില നേരത്തെ കളി കാണുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നാ. ആസ്മയ്ക്ക് പരിശോധിക്കുന്ന ഡോക്ടർമാര് ഈ നാട്ടിൽ ഇല്ലാഞ്ഞിട്ടാണോ തിരുവനന്തപുരത്തേക്ക് പോണത്? എന്നോട് കളവ് പറയാൻ എനിക്ക് വയ്യ സൈന. നിനക്കിപ്പോ ആസ്മ മാത്രമല്ല, ശ്വാസകോശത്തിൽ ഒരു ചെറിയ മൊഴിയുണ്ട്. അത് കാട്ടാനാണ് നമ്മൾ പോണത്. ബസ് സ്റ്റോപ്പിലേക്ക് വല്ല ഓട്ടോ കിട്ടോ മജീദേ? പ്രയാസാവും. ടൗണിൽ നിന്ന് വരുന്ന വല്ല വണ്ടി കിട്ടിയിട്ട് വേണം. എന്നാ നടക്കാം. മോളെ, നിങ്ങൾ എങ്ങോട്ടെങ്കിലും പുറപ്പെട്ടതാണോ? പുറപ്പെട്ടതാ, പക്ഷേ ഇനിയിപ്പോ എങ്ങോട്ടും പോണില്ല. വാ. ഞാനിപ്പോൾ വന്ന് ഉപ്പയൊന്ന് ബുദ്ധിമുട്ടിക്കാനാ. ഗൾഫ് പോയി വരാൻ കുറച്ചും കൂടി പണം വേണം. സുബ്രഹ്മണ്യേട്ടൻ തരാമെന്ന് പറഞ്ഞതാ. ലാസ്റ്റ് മിനിറ്റ് കൈമലത്തി. രണ്ടും കൽപ്പിച്ച ഉപ്പ ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. ഉപ്പാന്റെ കയ്യിൽ എവിടുന്ന മോനെ ഇത്രയും കാശ്? ഉപ്പാന്റെ വരുമാനമൊക്കെ നിന്നില്ലേ? ഉമ്മാൻ്റെ കാശ് കാണും. ഉപ്പ പറഞ്ഞ ഉമ്മ തരും. ഇല്ലെങ്കിൽ നാളത്തെ യാത്ര മുടങ്ങും. വീണ്ടും കുടുംബ പ്രശ്നമാവും. ഉമ്മാന്റെ അടുത്ത് ഹജ്ജിന് പോകാനായി മാറ്റിവെച്ച കാശ് കാണും. പക്ഷെ ഓളത് തരുന്നു തോന്നുന്നില്ല. ഇക്കൊല്ലം ഹജ്ജിന് പോകാൻ അത്രയും വലിയ മോഹത്തിലാവോള്. ഹജ്ജിന് പോവാൻ ഇനി 2-3 മാസം കൂടി ഇല്ലേ? അതിനുള്ളിൽ എനിക്ക് കാശ് തിരിച്ചരാനാവും. ഓള് തരുമോന്നറിയില്ല. ഉപ്പ പറഞ്ഞു നോക്കാം. ഉപ്പ, രക്ഷപ്പെടാനുള്ള അവസരം മുന്നിൽ. അവളുടെ കുടുംബമായിട്ടുള്ള തർക്കം മാറിയ പിന്നെ കാശിന് യാതൊരു പഞ്ഞുണ്ടാവില്ല. അത്ര പണക്കാരോല്. യാത്ര മുടങ്ങിയ എല്ലാം തകരും. എൻ്റെ ജീവിതവും. ഞാൻ പറഞ്ഞു നോക്കാം. ഉമ്മാക്ക് സമ്മതമല്ല. വീട്ടുമുറ്റത്ത് വീഴുന്ന ഒരു തേങ്ങ പോലും പെറുക്കിയെടുക്കാൻ അധികാരം ഇല്ലാത്തവരാ ഞങ്ങളിപ്പോ. അത് പിന്നെ വേണ്ട, വിശദീകരണം വേണ്ട. നീ അയച്ചു തരുന്ന 10,000 എണ്ണി എണ്ണി ഉമ്മാന്റെ ഉപ്പാന്റെ കൈ കുഴഞ്ഞു മോനെ. കളിയാക്കരുതുമ്മ. ഗതികേടുകൊണ്ടാ. എന്ത് ഗതികേട്? വേണമെന്ന് വിചാരിച്ചാൽ നടക്കാത്ത കാര്യമൊന്നുമില്ല. പട്ടി കടിക്കാൻ വരുമ്പോ ഓടണത് ആരും ഓട്ടം പഠിച്ചതുകൊണ്ടല്ല, അറിയാണ്ട് ഓടിപ്പോണതാ. മാസം 1,000 രൂപ ചുപ്പാക്ക് അയച്ചു കൊടുത്തിരുന്നെങ്കിൽ ഭൂമി പോയതിന്റെ ദണ്ണം ഞങ്ങൾക്ക് കുറച്ച് കുറഞ്ഞേനെ. ഉമ്മ എപ്പോഴും ഉമ്മയുടെ ഭാഗത്ത് നിന്നേ ചിന്തിക്കുന്നുള്ളൂ. രക്ഷപ്പെടാനുള്ള നെട്ടോട്ടത്തിലാണ് ഞാനിപ്പോ. ഞാൻ രക്ഷപ്പെടണമെന്ന മോഹം ഉമ്മയ്ക്കില്ലെങ്കിൽ എനിക്ക് ആ കാശ് വേണ്ട. ഉപ്പ പണത്തിന്റെ കാര്യം സൂചിപ്പിച്ചപ്പോ ഞാൻ തരാൻ പറ്റില്ലെന്നാ പറഞ്ഞത്. അപ്പോ ഉപ്പാന്റെ കണ്ണ് നിറഞ്ഞത് ഞാൻ കണ്ടു. ഇപ്രാവശ്യം ഹജ്ജിന് പോണമെന്നുള്ളത് ഞങ്ങളുടെ ഏറ്റവും വലിയ മോഹം. ആ സമയമാകുമ്പോഴേക്കും കാശ് തിരിച്ചു തരുമെന്ന് നീ ഉറപ്പ് പറയുകയാണെങ്കിൽ ഞാനത് തരാം. ഉറപ്പ്? ഉമ്മയാണ് സത്യം. ഞാൻ ആ കാശ് തിരിച്ചു തരും. ഗൾഫിൽ നിന്ന് വന്നാൽ ഉടനെ ആ കാശ് ഞാൻ തിരിച്ചു തരും. ഉമ്മ കാത്തതിന്റെ മാല. ഒന്ന് മയങ്ങിക്കോട്ടെ, ആ, കുറച്ച് കഴിഞ്ഞാൽ ബോധം തെളിയും. അടുത്ത ആഴ്ച കോയമ്പത്തൂർ പോണെന്നാ കരുതണത്. ഇനിയിപ്പോ അങ്ങോട്ട് കൊണ്ടുപോയിട്ടും കാര്യമില്ല. കാരണം കണ്ടീഷൻ അത്രയ്ക്കും മോശം. ബന്ധുക്കളെ അറിയിക്കണമെങ്കിൽ അറിയിക്കുന്നതാ നല്ലത്. ശ്വാസതടസ്സം നേരിടുകയാണെങ്കിൽ ഹോസ്പിറ്റലിൽ വരേണ്ടി വരും. എന്നാ ശരി കേട്ടോ. എന്തേ കണ്ണ് കലങ്ങിയിരിക്കണേ? ഏയ്, കരട് പോയതാ. എന്തേ? നെഞ്ചിനുള്ളില് ആകെ ഒരു പുകച്ചില് പോലെ, ഒരു തളർച്ച.
മരുന്നിന്റെ ഡോസാവും. എന്താ നീ ആലോചിക്കണത്? എന്തെല്ലാം ആലോചിക്കാനുണ്ട്. ജീവിതത്തിൽ ഒരിക്കലും ഞാൻ നിങ്ങൾക്ക് സ്വൈര്യം തന്നിട്ടില്ല. ഞാനൊരു വഴക്കളിയായിരുന്നില്ലേ? എൻ്റെ സമാധാനവും ആശ്വാസവും നീയാ. കളിഭ്രാന്തുമായി നടക്കണ കാലത്താ നീ എൻ്റെ ജീവിതത്തിലേക്ക് വന്നത്. നിന്റെ നിയന്ത്രണം ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ ജീവിതത്തിൽ തോറ്റുപോയേനെ. ഞാൻ ഇത്രയും നാളും തമാശയ്ക്ക് പറഞ്ഞത് ഇപ്പൊ കാര്യമായിട്ട് പറയാ. എന്റെ കാലം കഴിഞ്ഞ നിങ്ങള് വേറെ കല്യാണം കഴിക്കണം. എന്റെ സ്ഥാനത്ത് വേറൊരാള് വരുന്നത് എനിക്കിപ്പോഴും ഇഷ്ടമല്ല. എന്നാലും നിങ്ങളുടെ സന്തോഷം എനിക്ക് വലുത്. ഇത്ര കാലായിപ്പോ എന്റെ മൂത്രം തുടയ്ക്കാൻ തുടങ്ങിയിട്ട്. വയസ്സുകാലത്ത് നിങ്ങളെ നോക്കാൻ ആരെങ്കിലും വേണ്ടേ? എനിക്ക് വേറൊന്നും പറയാനില്ലേ സൈന. ഒന്നുറപ്പാ, ഈ ജന്മത്തില് നീ മാത്രമേ എനിക്കുണ്ടാവൂ, കൂട്ടായിട്ടും തണലായിട്ടും. കുറച്ചു നേരം പുറത്തു കൊണ്ടുപോയിരുത്തോ? പുറത്ത് നല്ല വെയില. നമ്മള് വെയില് കൊള്ളാത്തവരൊന്നും അല്ലല്ലോ. നിങ്ങളെന്നെ കെട്ടിക്കൊണ്ടു വന്നത് ഓലമേഞ്ഞ വീട്ടിലേക്ക്. മഴക്കാലത്ത് ചോരണ, വേനൽക്കാലത്ത് കത്തണ, മഞ്ഞുകാലത്ത് വെള്ളമഴ പെയ്യണ ഓലപ്പെര. അതൊക്കെ ഇങ്ങക്ക് ഓർമ്മയുണ്ടോ? ഇങ്ങക്ക് വയ്യെങ്കി ഞാൻ ഒറ്റയ്ക്ക് പോവും. എനിക്കിപ്പോ ഒരു പൂതി തോന്നണുണ്ട്. എനിക്ക് ഇങ്ങടെ കുട്ടികളുടെ കളിയൊന്ന് കാണണം. മുല്ലപ്പൂഞ്ചോലയിൽ മുളുങ്ങ വണ്ടേ, മണിമ്പം മാനിമ്പം തേനുണ്ടോ വണ്ടേ. മുല്ലപ്പൂഞ്ചോലയിൽ മുളുങ്ങ വണ്ടേ, മണിമ്പം മാനിമ്പം തേനുണ്ടോ വണ്ടേ. കല്യാണത്തിന് മുമ്പ് നിങ്ങളെ കളി 2-3 പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട്. കൂട്ടത്തിൽ നിൽക്കുമ്പോ നിങ്ങക്ക് വല്ലാത്തൊരെടുപ്പാ. തലയെടുപ്പുള്ള വെള്ളക്കുതിര താളത്തിൽ തുള്ളി മറിയണത് പോലെ എനിക്ക് അപ്പൊ തോന്നണേ. കളിക്കുമ്പോ നിങ്ങള് വേറെ ലോകത്തെത്തിയ പോലെയാ. ചൊല്ലുന്നോ വണ്ടേ നീ മൂളുന്നതെന്ത്, ചക്കിപ്പൂഞ്ചോലയിൽ കണ്ടോരു മങ്ക. മുല്ലപ്പൂഞ്ചോലയിൽ മൂളുന്ന വണ്ടേ, മണിമ്പം മാനിമ്പം തേനുണ്ടോ വണ്ടേ. ചോളം പോരിയും താളം പറഞ്ഞ് വലിയ ചോലയിൽ മൂളുന്ന. ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ട്. ഷാഫിയുടെ പെണ്ണിന് പള്ളയിലുള്ളത്. ഓളുടെ ചേല് കണ്ടിട്ട് ആൺകുട്ടിയാ. ഓൾക്ക് കുട്ടികളെ കുളിപ്പിക്കാൻ ഒന്നും അറിഞ്ഞൂടാ. കുറച്ചു ദിവസം നമുക്ക് അവിടെ പോയി നിൽക്കണം. കൊര വരുമ്പോ മൂത്രപ്പരയിലേക്ക് ഓടണം എന്നല്ലേ ഉള്ളൂ. എന്നാലും കുട്ടിയെ കൊഞ്ചിക്കാലോ. തണ്ടി ഞാൻ പോരുമ്പോൾ കണ്ടോരു കാട്, തുണിട്ട മാണിക്യം മാടം ഞാൻ കണ്ട്. മുല്ലപ്പൂഞ്ചോലയിൽ മൂളുന്ന വണ്ടേ,
മാനിമ്പം മാനിമ്പം തേനുണ്ടോ വണ്ടേ സമ്മാനം തന്നൻ്റെ മാണിക്ക തോളി തന്നൻ്റെ കാലത്തും പറി ഞാൻ മൂളി മുല്ലപ്പൂഞ്ചോലയിൽ ഇത്തവണ ഈ നിലയിൽ എനിക്ക് ഹജ്ജിന് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എനിക്ക് വേണ്ടി നിങ്ങൾ പോണം. എനിക്ക് വേണ്ടി പടച്ചോനോട് പ്രാർത്ഥിക്കണം. നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. മുല്ലപ്പൂഞ്ചോലയിൽ മൂളുന്ന വണ്ടേ മാനിമ്പം മാനിമ്പം തേനുണ്ടോ വണ്ടേ അമിൽ പോ മണ്ണിൽ തട്ടോളായി മക്കൾ ഉച്ച ഉച്ച ഉന്നോ തെറ്റോട് പറഞ്ഞു മക്കൾ കുട്ടി മക്കൾ കുട്ടി വെച്ച കുട്ടി തട്ടാതാ മക്കൾ ഉച്ച ഉച്ച ഉന്നോ തെറ്റോട് പറഞ്ഞു മക്കൾ കുട്ടി വെച്ച കുട്ടി തട്ടാതാ മക്കൾ ഉച്ച ഉച്ച ഉന്നോ തെറ്റോട് പറഞ്ഞു മക്കൾ കുട്ടി വെച്ച കുട്ടി തട്ടാതാ പോവിൽ പോ അമിൽ പോവിൽ പോന്നേനെ കുട്ടേ പോ പോവിൽ പോ അമിൽ പോവിൽ പോവന്നെ തന്നോടാ പോവിൽ പോ കളിച്ച ഒറ്റാതാ ഒഴിച്ചൊരു മുട്ടിയതാ മൂന്ന് ദേട്ടാ വയ്ച്ച മൂന്ന് ദേട്ടാ വയ്ച്ച അങ്ങനെ കച്ചോടാ കച്ച ഒഴിച്ചൊരു മുട്ടിയതാ വയ്ച്ച നാളെ മൂന്ന് ദേട്ടാ വയ്ച്ച നാളെ മൂന്ന് ദേട്ടാ വയ്ച്ച പോയി പോ അമിൽ പോയി പോന്നേനെ കുട്ടേ പോ പോയി കാമരം നിമ വലി വര ഉമ്മാനി വട്ട പോയി അവിടെ സേനുമാ
കല്ലുവളപ്പിൽ കുട്യാലി എന്ന കുഞ്ഞുപ്പ ഇന്ന് വൈകിട്ട് മരണപ്പെട്ട വിവരം എല്ലാ ബന്ധുമിത്രാദികളെയും വ്യസനസമേതം അറിയിക്കുന്നു. പരേതന്റെ ജനാസ നാളെ രാവിലെ 10 മണിക്ക് മൂഴിക്കൽ ഖബറിസ്ഥാനിൽ ഖബറടക്കുന്നതാണ്. കല്ലുവളപ്പിൽ കുട്യാലി എന്ന കുഞ്ഞുപ്പ ഇന്ന് വൈകിട്ട് മരണപ്പെട്ട വിവരം എല്ലാ ബന്ധുമിത്രാദികളെയും വ്യസനസമേതം അറിയിക്കുന്നു. പരേതന്റെ ജനാസ നാളെ രാവിലെ 10 മെല്ലെ 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 ഇറക്കും. ആ ഓ എൻ്റെ ഹിമാറെ കാൽമേൽ വെക്കല്ലേ കൊണ്ടാർക്കാല. അവിടെ ചാരി വെച്ച് പൊട്ടിച്ചു കൊടുത്തു തന്നെ. ഞാൻ കിണറ്റിന് ഇത്തിരി വെള്ളം കുടിച്ചോട്ടെ സുലൈമാക്ക. വെള്ളം കുടിച്ചാൽ കണ്ടി ചാടണ്ടായി. നിങ്ങൾ മരിച്ചിടത്തേക്ക് പോണില്ലേ? നിങ്ങളെക്കാൾ ഒരു 8 വയസ്സിന് ഇളയതല്ലൂര്. 8 വയസ്സിന് മനുഷ്യന്റെ കാര്യം എത്രയേ ഉള്ളൂ സുലൈമാൻക. ഊത്ത പണം കയ്യിലുണ്ടായിട്ട് എന്താ കാര്യം സുലൈമാൻക? ഈ കുറി ഹജ്ജിന് പോണെന്ന് മൂപ്പർക്ക് വലിയ പുതിയതിന് ഉറക്കത്തിലെല്ലാം അടിച്ചു പോയത്. അനുഭവിക്കാൻ യോഗമില്ലെങ്കിൽ എന്താ ചെയ്യാ സുലൈമാൻക? സുലൈമാൻക അങ്ങോട്ട് വരുന്നില്ലേ? സുലൈമാൻക വന്നോളൂ. ഇത് പിടി. അത് കരിങ്കല്ലിന് പകരം ഇപ്പം കൂടി സിമെൻ്റ് ആക്കിക്കുന്നു. ഇനി മയ്യത്തും കെട്ടിൽ എന്താണ് സിമെൻ്റ് ആക്കുന്നത്? കാലുമല്ലോ തൊട്ടരുതേ. എന്നാ പോട്ടെ. ഒന്ന് അനങ്ങി നടന്നുവിടറോ. എൻ്റെ അമ്മായിമ്മ ഒന്നല്ലല്ലോ മയ്യത്തായത്. പണ്ടാറങ്ങ പള്ളിത്തൊടി താമസിക്കും മുണ്ടുപറമ്പിൽ മുഹമ്മദ് ഇന്ന് രാവിലെ മരണപ്പെട്ട വിവരം എല്ലാ നാട്ടുകാരെയും ബന്ധുമിത്രാദികളെയും വ്യസനസമേതം അറിയിച്ചു കൊള്ളുന്നു. പരേതന്റെ ജനാസ ഇന്ന് വൈകിട്ട് 3 മണിക്ക് മുണ്ടുപറമ്പ് ജുമാ മസ്ജിദ് ഖബറിസ്ഥാനിൽ ഖബറടക്കുന്നതാണ്. പള്ളിത്തൊടി താമസിക്കും മുണ്ടുപറമ്പിൽ മുഹമ്മദ് ഇന്ന് രാവിലെ മരണപ്പെട്ട സുബ്രഹ്മണ്യം ഇവിടെ വരാണ്ടിരിക്കുമോ രവിയെ? ഇന്നെന്തായാലും വരും. കൂലി തരേണ്ട ദിവസമല്ലേ? നിനക്ക് ഓർമ്മയുണ്ടോ രവിയെ? ഇതെൻ്റെ സൈന നട്ട തയ്യ. നല്ല കൈപ്പുണ്യുള്ള കയ്യാ ഉള്ളതേ. ഈ തൊടിയിലെ മിക്ക മരവും ഓള് വെച്ചതാ. ആ കുട്ടിക്കാവ് പൂത്തിട്ടുണ്ടല്ലോ. എന്തേ സുലൈമാൻക? ഒന്നുമില്ല. ഞാൻ പിച്ചാപ്പുവിൻ്റെ വിവരം അറിയാൻ വന്നതാ. ദുബായി പോയതിന് ശേഷം ഒരു വിവരമില്ല. ഓൻ ദുബായിൽ 1 മാസത്തെ ജോലി അടിച്ചിട്ട് മിനിഞ്ഞാന്ന് തിരിച്ചു വന്നു പറഞ്ഞു. സേനുമ്മ പോയ വിവരം അതെന്നേ ഞാൻ അവനെ അറിയിച്ചതാ. ഇപ്പം അവൻ ഫോൺ നമ്പറൊക്കെ മാറ്റി മുങ്ങി നടക്കുക. എത്ര കാലം അവൻ മുങ്ങി നടക്കും? 1.5 ലക്ഷം രൂപ അവനെ എനിക്ക് തരാണ്ട്. ഇന്ന് നാളെ എന്ന് പറഞ്ഞ് മുങ്ങി നടക്കാവൻ. സുലൈമാൻക, ഉള്ളതിനനുസരിച്ച് ചെലവാക്കാൻ പഠിക്കണം. പണക്കാരെ കിട്ടിയെന്ന് പറഞ്ഞ് വീട് മുഴുവൻ പണക്കാരെ സെറ്റപ്പിലാക്കിയാൽ അടപ്പ് വരും. അതും കടം വാങ്ങി. ഇവനൊക്കെ തല്ല് കിട്ടാത്തതിന്റെ കുഴപ്പാ. ഗൾഫ് പോയി വന്ന അവൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ തീരുന്ന ഓൻ പറഞ്ഞത്. ശരിയാ, ഓൻ്റെ തീരും. ഇങ്ങക്കൊന്നും തോന്നരുത്. ഓൻ ആള് വിളവനാ. ഓൻ്റെ കാര്യം സോപ്പിട്ട് എങ്ങനെയെങ്കിലും നടത്തും. പിന്നെ ഓൻ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കൂല. ഇത്തവണ ഹജ്ജിന് പോകണമെന്നുണ്ട്. കടലാസുകളൊക്കെ മജീദ് ശരിയാക്കുന്നുണ്ട്. സേനുമാൻ്റെ വലിയ മോഹമായിരുന്നു അത്. ഹജ്ജിന് പോവാൻ ഞങ്ങൾ കരുതിയ പണ ഓൻ ഗൾഫ് പോവാൻ മേടിച്ചത്. എപ്പോൾ കാണിച്ചാൽ തിരിച്ചു തരാമെന്നും പറഞ്ഞിരുന്നു. നിങ്ങളൊരു കാര്യം ചെയ്യേ,
നേരിട്ട് ചെന്ന് കാശ് കയ്യോടെ വാങ്ങുന്ന നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾ ഈ ജന്മം ഹജ്ജിന് പോകലുണ്ടാവില്ല. അതിനെനിക്ക് വഴി അറിയില്ലല്ലോ സുബ്രഹ്മണ്യ. അതിനൊന്നും പ്രയാസമില്ല. കോയമ്പത്തൂർ നോർത്ത് സ്റ്റേഷനിൽ വണ്ടി ഇറങ്ങുക. പുറത്തേക്ക് നടന്നാൽ ഒരു ഓവർ ബ്രിഡ്ജ് കാണാം. ഓവർ ബ്രിഡ്ജിൻ്റെ അവിടെ നിന്ന് നേരെ ഇടത്തോട്ട് നടന്നാൽ അവൻ്റെ വീട് കാണാം. പിന്നെ മജീദിനോട് വണ്ടി കയറ്റിത്തരാൻ പറയും. മോനെ ചാപ്പു, മോനെ ചാപ്പു, ചാപ്പു. Stop. Hey. കാസിം ഭായ്, കൊഞ്ചം തണ്ണി കൊണ്ടു വാങ്ങോ. നിങ്ങ ആര്? സുലൈമാൻ. മലയാളിയല്ലേ? എന്താ പറ്റിയത്? മകനെ അന്വേഷിച്ചു വന്നതാ, വഴി തെറ്റി. എന്താ മോന്റെ പേരെന്താ? ഷാഫി. ജോലി എവിടെയാ? സിമന്റ് കമ്പനിയിലാ. ആ ശരി, സിമന്റ് കമ്പനിയിലെ ഷാഫി. ഓൻ റെയിൽവേ സ്റ്റേഷന്റെ അപ്പുറത്താ താമസിക്കുന്നത്. ഒരു കാര്യം ചെയ്യും, ഞങ്ങൾ അങ്ങോട്ട് ആക്കി തരാം കേട്ടോ. വാ. വലിയ ഉപകാരം. പതുക്കെ. അങ്ങോട്ടിരുന്നോളൂ. മെതുവാ. ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടില്ലേ? ഒറ്റയ്ക്ക് ആദ്യമായിട്ടാ. നോർത്തിൽ ഇറങ്ങുന്നതിന് പകരം സെൻട്രലാണ് നിങ്ങൾ ഇറങ്ങിയത്. അതാ വഴി തെറ്റി. എവിടെ ഇറങ്ങിയിരുന്നെങ്കിലും വഴി തെറ്റും കുട്ടിയെ.
ഇറങ്ങിക്കോളൂ പതുക്കെ. അതാ ഷാഫിയുടെ വീട്. പോയിട്ട് എനിക്ക് കുറച്ച് ജോലിയുണ്ട്. നിങ്ങളങ്ങോട്ട് പോയിക്കൊള്ളില്ലല്ലേ? എന്നാ ശരി. നന്ദിയുണ്ട് മക്കളെ. ഉപ്പ എന്തു പറ്റി? ആകെ മുഷിഞ്ഞ്. ഒന്ന് വഴി തെറ്റി. ഷാഫി അല്പം മുമ്പ് ഇവിടെ വന്നിരുന്നു. ആരെയോ കാണാനുണ്ടെന്ന് പറഞ്ഞ് അപ്പ തന്നെ പോയി. ഉപ്പ ഇരിക്കേ. ആകെ മുഷിഞ്ഞിട്ടുണ്ട്. എനിക്കിപ്പൊ തന്നെ പോണം. ഗൾഫിൽ നിന്ന് വന്നു മുതല് ഉപ്പാനെ കാണേണ്ട കാര്യം ഷാഫിയോട് ഞാൻ പറഞ്ഞതാ. തിരക്കൊഴിഞ്ഞിട്ട് വേണ്ടേ? ഞങ്ങൾ അവിടുന്ന് ഉമ്മാന്റെ കാര്യം അറിഞ്ഞത്. അതുകൊണ്ടാ വരാൻ കഴിയാണ്ടിരുന്നത്. അത് സാരല്ല. ആരെയും വല്ലാണ്ട് കഷ്ടപ്പെടുത്താതെ ഓള് പോയി. മോളെന്ന് അവനെ വിളിച്ചു നോക്ക്. ഉപ്പാക്ക് തന്നെ പോണം. ഞാൻ 2-3 തവണ വിളിച്ചു. ഫോൺ സ്വിച്ച് ഓഫാ. മോളുടെ ഉപ്പാക്കും ഉമ്മാക്കൊക്കെ സുഖം തന്നെ അല്ലേ മോളെ? സുഖാണ്. ഇത്തവണ ഞങ്ങൾക്ക് എന്റെ ഉപ്പാന്റെ ഉമ്മാന്റെയും കൂടെ ഹജ്ജിന് പോണമെന്നുണ്ട്. നാളെ വൈകിട്ട് ഞാനും ഷാഫിയും ഗൾഫിലേക്ക് തന്നെ പോവും. നന്നായി. ചെറുപ്രായത്തിൽ തന്നെ ഹജ്ജിന് പോകാൻ കഴിയണതേ ഒരു ഭാഗ്യ. എന്റെ ഉപ്പയും എല്ലാ കൊല്ലവും പോവാറുണ്ട്. ആ ഫോൺ. ഹലോ ജാസ്മിൻ, ഞാൻ ഷൗക്കത്താ. ഷാഫി പൊള്ളാച്ചിക്ക് പോയി. ഇന്ന് വരവുണ്ടാവില്ല കേട്ടോ. ഷാഫിയുടെ ഫ്രണ്ടാ. ഷാഫി പൊള്ളാച്ചി പോയിന്ന് പറഞ്ഞു. ഇതെന്താ പെട്ടെന്നൊരു പൊള്ളാച്ചി പോക്ക്? ഉപ്പക്ക് ഏതായാലും നാളെ രാവിലെ പോവാം. നാളെ അവൻ പൊള്ളാച്ചിന്ന് ഊട്ടിക്ക് പോയാലോ മോളെ? ഉപ്പാക്കും തന്നെ പോണം. 2 മണിയുടെ വണ്ടിക്ക് പോയാൽ രാത്രി ആവുമ്പോഴേക്കും വീട്ടിലെത്താം. മോൾക്ക് വിരോധമില്ലെങ്കിൽ ഒരു 100 റുപ്യ കടം തരണം. ദാ ഉപ്പ. 100 രൂപ തന്നെ മതി മോളെ. സ്റ്റേഷനിലേക്ക് ഞാൻ വണ്ടി വിളിച്ചു തരാം. വേണ്ട മോളെ. കുറച്ച് സമയം കൊണ്ട് ഞാൻ ഇവിടുത്തെ വഴികളൊക്കെ ഒരുവിധം പഠിച്ചു. ഇവിടെ വരെ വന്നിട്ട് ഭക്ഷണമൊന്നും കഴിക്കാതെ. അത് സാരല്ല മോളെ. പാർക്കാനൊക്കെ ഉപ്പ സൗകര്യം പോലെ ഇനി വരാം. ഹജ്ജിന് പോകുമ്പോൾ ഓൻ്റെ ഉമ്മാക്ക് വേണ്ടി ഓനോട് നല്ലോണം പ്രാർത്ഥിക്കാൻ പറയണം മോള്. നിങ്ങൾക്ക് പടച്ചോ നല്ലത് വരുത്തട്ടെ മോളെ. ഒയ്ച്ചടി മുട്ടുതാ ഒയ്ച്ചടി മുട്ടുതാ ഒയ്ച്ചടി മുട്ടുതാ ഒയ്ച്ച ഒയ്ഞ്ഞ ഒയ്ച്ച ഒയ്ഞ്ഞ താളം 3 തേത്താ ഒയ്ച്ച ഒയ്ഞ്ഞ ഒയ്ച്ച ഒയ്ഞ്ഞ താളം 3 തേത്താ ഒയ്ച്ച ഒയ്ഞ്ഞ ഒയ്ച്ച ഒയ്ഞ്ഞ താളം മിൽ പോ അമ്മിൽ പോ നേരെ കൊട്ടേ പോ പോയിടി പോടി തമരം നിമ വലി വരവും മലി കൊട്ട പോളിക്കും അവിടെ തെക്കുതത്തുണ്ടാകില്ല. സൈനുമാ, 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 സൈനുമാ.
സേനുമാ, സേനുമാ, സേനുമാ. സേനുമാ, ഒറ്റപ്പെട്ടു പോയില്ലേ? മനസ്സിൽ പടച്ചോനും അരികിൽ നീയുള്ളപ്പോ ഞാൻ എങ്ങനെ ഒറ്റപ്പെടുക? ഉപ്പ വന്നപ്പോ നീ എവിടെയായിരുന്നു? ഒരു കള്ളനെ പോലെ എന്തിനാ നീ ഒളിച്ചു കളിക്കണേന്ന് എനിക്കറിയണം. അതേടി, ഞാൻ ഈ ടൗണിൽ തന്നെ ഉണ്ടായിരുന്നു. കുറ്റബോധം കൊണ്ട് എനിക്ക് എന്റെ ഉപ്പായെ ഫേസ് ചെയ്യാൻ വയ്യ. അതുകൊണ്ടാണ് ഞാൻ പോയി വിളിച്ചത്. ഇപ്പൊ കുറ്റബോധം ഇരട്ടിച്ചിരട്ടിച്ച് എന്റെ നെഞ്ച് പൊട്ടുന്നു. നിനക്കറിയോ, എന്റെ ഉപ്പ മോനെ മോനെ എന്ന് വിളിച്ച് എന്റെ പിന്നാലെ ഓടുന്നത് ഞാൻ ഈ കണ്ണുകൊണ്ട് കണ്ടതാ. റോഡിൽ കുഴഞ്ഞു വീണ് കിടക്കുന്നത്, ഒരു ഭ്രാന്തനെ പോലെ തിരിച്ചു പോകുന്നത്, എല്ലാം എല്ലാം ഞാൻ കണ്ടു. ഉമ്മ മരിച്ചിട്ട് ഒരു നിമിഷം പോലും ഉപ്പയെ സമാധാനിപ്പിക്കാൻ പറ്റാത്ത മഹാപാവിയാണ് ഞാൻ. എന്റെ ഉപ്പയെ ഒന്ന് മനസ്സറിഞ്ഞ് ശപിച്ചാൽ ഒരുങ്ങി ഒലിച്ചു പോകും ഞാൻ. നമ്മള് ഹജ്ജിന് പോയി വന്നിട്ട് കുറച്ചു ദിവസം നമുക്ക് ഉപ്പാന്റെ അടുത്ത് പോയി താമസിക്കാം. നമ്മളൊരു ഹജ്ജിനും പോണില്ല. എല്ലാ കടങ്ങളും തീർത്തിട്ട് വേണം ഹജ്ജിന് പോവാൻ. എനിക്ക് ചുറ്റും വീട്ടാൻ പറ്റാത്ത കടങ്ങളാ. നിനക്കറിയോ, എൻ്റെ ഉപ്പ ഹജ്ജിന് പോകാൻ വെച്ച കാശെടുത്താ നമ്മൾ ദുബായിക്ക് പോയത്. ആ കാശ് ചോദിക്കാൻ വന്ന എൻ്റെ ഉപ്പയാ 100 രൂപ നിന്നോട് കടം വാങ്ങി തിരിച്ചു പോയത്. ഷാഫി, ഒന്ന് സമാധാനായിട്ടിരിക്കേ. എന്ത് സമാധാനം? നിന്നെ സന്തോഷിപ്പിക്കാനുള്ള തത്രപ്പാടിൽ ഒരു പാവപ്പെട്ട കോൽക്കളിക്കാരന്റെ മകനാണെന്ന് ഞാൻ മറന്നുപോയി. അതാണ് എനിക്ക് പറ്റിയ തെറ്റ്. ഞാൻ പറയുന്നതൊന്ന് കേൾക്കൂ. എനിക്കിതൊന്നും കേൾക്കണ്ട. എനിക്കിപ്പോ നാട്ടിൽ പോണം. എനിക്ക് എന്റെ ഉപ്പയെ കാണണം. ആ കാലിന് വേണ്ടി മാപ്പ് പറയണം. ഞാൻ പറയുന്നത് കേൾക്കാമെങ്കിൽ നിനക്ക് എന്റെ കൂടെ വരാം. അല്ലെങ്കിൽ നിനക്ക് എന്റെ വഴി, എനിക്ക് എന്റെ വഴി. ഗ്രാമങ്ങൾക്ക് എപ്പോഴും അതിൻ്റെതായ ഒരു പരിശുദ്ധിയുണ്ട്, അവിടെ ജീവിക്കുന്നവർക്കും. എൻ്റെ ഉപ്പ ഒരു ശുദ്ധ ചിന്താഗതിക്കാരനാണ്. സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന പാവം മനുഷ്യൻ. നമ്മളിപ്പോൾ ദുബായിലായിരിക്കുമെന്നാ ഉപ്പ കരുതിയിട്ടുണ്ടാവുക. നമ്മളെ കാണുമ്പോൾ ഉപ്പ സന്തോഷം കൊണ്ട് ബോധം കെടും. നമുക്കൊരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നതേ ഉള്ളൂ. പക്ഷെ അപ്പോഴേക്കും ഞാൻ തിരിച്ചറിയുന്നു ഒരു കുഞ്ഞിനോട് പിതാവിനുള്ള ആത്മബന്ധം. ആരാ മരിച്ചത്? ബിച്ചാപ്പു, എൻ്റെ ഉപ്പയാ. ജാസ്മിൻ, മാറി. ഉപ്പ